നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീത ഉപദേശിക്കുന്നത് ശ്രവിച്ചത് അർജുനൻ മാത്രമാണെന്നാണ് നമ്മളിൽ മിക്കവരുടെയും ധാരണ. അർജുനനോടൊപ്പം മറ്റൊരാൾ കൂടി ഭഗവാനിൽ നിന്ന് നേരിട്ട് ഗീതോപദേശം ശ്രവിച്ചു. അത് സഞ്ജയനാണ്. ഒരുപക്ഷെ അർജുനനേക്കാൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ ശ്രവിച്ചത് സഞ്ജയനാണെന്നതിൽ സംശയമില്ല. കാരണം നാനാവിധ വികാരത്തിനും അടിമപ്പെട്ട് കർത്തവ്യം മറന്നുപോയി വിഷാദഗ്രസ്തനായിരുന്നു ശ്രീകൃഷ്ണൻ ഉപദേശം കൊടുക്കുമ്പോഴത്തെ അർജുനൻ. അത്തരമൊരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന അർജുനൻ ഗീതോപദേശത്തെ ഏകദേശമേ ഗ്രഹിച്ചിട്ടുണ്ടാകൂ. എന്നാൽ സത്യധർമ്മത്തിൽ ഉറപ്പുള്ളയാളും ആത്മജ്ഞാനിയുമായ സഞ്ജയൻ ഗീതോപദേശത്തെ അതിൻ്റെ പൂർണ്ണതയോടെ തന്നെ മനസ്സിലാക്കിയിരുന്നു. ഭഗവാനിൽ നിന്ന് നേരിട്ട് കേൾക്കാനുണ്ടായ ഭാഗ്യത്തെ ആവർത്തിച്ചു പറഞ്ഞ സഞ്ജയൻ ഒടുവിൽ പറയുന്ന വാക്യത്തോടെയാണ് ഭഗവത്ഗീത അവസാനിക്കുന്നത്. ആ വരികൾ ഇങ്ങനെയാണ്: എവിടെയാണോ യോഗീശ്വരനായ ശ്രീകൃഷ്ണനും ധനുർധരനായ പാർത്ഥനും ഒത്തുചേർന്നിരിക്കുന്നത്, അവിടെ ഐശ്വര്യവും വിജയവും മഹാത്മ്യവും നിത്യമായ നീതി നിർവഹണവും ഉണ്ടാകുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതായിരുന്നു സഞ്ജയൻ ഏറ്റവും ഒടുവിൽ പറയുന്നത്. തുടർന്ന് ഗുരുവചനം. ഏത് കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധയോടെ ചെയ്യണം. ശ്രദ്ധയില്ലാതെ ഏത് കർമ്മം ചെയ്താലും അതുകൊണ്ട് ഫലമില്ല. ഒരു സാധകൻ എത്ര വർഷം മുമ്പ് ചെയ്ത കാര്യവും പിന്നീട് ഓർക്കുന്നത് ശ്രദ്ധയോടെ ഓരോ കാര്യവും ചെയ്തതുകൊണ്ടാണ്. നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും ശ്രദ്ധയോടുകൂടി മാത്രം ചെയ്യുക. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവാനന്ദ ലഹരി ആലപിക്കുന്നത് കേൾക്കാം. കദാ വാ ത്വാം ദൃഷ്ട്വാ ഗിരിശ തവ ഭവ്യാഘ്രിയുഗളം ഗൃഹീത്വാ ഹസ്താഭ്യാം ശിരസി നയനെ വക്ഷസി വഹൻ സമാശ്ലിഷ്യാഘ്രായ സ്ഫുടജലജഗന്ധാൻ പരിമളാൻ ആലഭ്യാം ബ്രഹ്മാദ്യൈർമുദമനുഭവിഷ്യാമി ഹൃദയേ. സന്ധ്യാദീപം. ഇനി ശങ്കരസ്തോത്രാമൃതം. കാളകൂട വിഷം കഴിച്ച പരമേശ്വരൻ നീലകണ്ഠനായി. ലോകത്തിൻ്റെ രക്ഷയ്ക്കായി സ്വയം ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ഭാവമാണ് ഭഗവാന്റേത്. സൂര്യൻ, ചന്ദ്രൻ, അഗ്നി എന്നീ 3 കണ്ണുകളോടു കൂടിയവനാണ് ശ്രീ പരമേശ്വരൻ. ഉമയെ ആശ്ലേഷിച്ചിരിക്കുന്ന പരമേശ്വരൻ ആ പരമേശ്വരനെ എന്ന് കാണാൻ കഴിയുമെന്ന ഭക്തന്റെ വ്യാകുലതയാണ് ശിവാനന്ദ ലഹരിയിലെ 25-ാം ശ്ലോകം.
ഈ ശ്ലോകമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ശങ്കരകൃതികളിൽ ശിവാനന്ദലഹരിയിൽ 25-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഹേ ഭഗവൻ, എപ്പോഴാണ് ഞാൻ നിന്നെ കാണുക എന്നുള്ളതാണ് ചോദ്യം. ശിവഗണങ്ങളുടെ പലതരത്തിൽപ്പെട്ട കേളികൾ, പലതരത്തിൽപ്പെട്ട കളികൾ, അവയാൽ ചുറ്റപ്പെട്ട ശിവൻ, എങ്ങനെയുള്ള പരമേശ്വരൻ? മദകളമഹോക്ഷസ്യ കകുതി സ്ഥിതം, മദലക്ഷണത്തോടു കൂടിയ മഹോക്ഷത്തിൻ്റെ, മഹോക്ഷം വലിയ കാള, അവിടെ മദലക്ഷണത്തോടു കൂടിയ എന്നുള്ളതിന് ആനന്ദത്തോടു കൂടി സഞ്ചരിക്കുന്ന എന്നർത്ഥം എടുത്താൽ മതി. ആനന്ദത്തോടു കൂടി സഞ്ചരിക്കുന്ന നന്ദികേശ്വരൻ, ആ നന്ദികേശ്വരൻ്റെ കകുതി, കകുത്തിൽ, കകുത്ത് എന്ന് പറഞ്ഞാൽ പൂഞ്ഞ്, കാളയുടെ പൂഞ്ഞാണ്. അതിനോട് ചേർന്നിരിക്കുന്ന സ്ഥിതം നീലഗ്രീവം, നീലവർണ്ണമുള്ള കഴുത്തോടു കൂടിയ, ലോകം മുഴുവൻ കാളകൂട വിഷത്തിൻ്റെ ബാധയാൽ നശിക്കുമെന്ന അവസ്ഥ വന്നപ്പോൾ ജഗത് രക്ഷകനായ പരമേശ്വരൻ ആ മഹാവിഷത്തെ തന്നിലേക്ക് ആവാഹിച്ചു, കുടിച്ചു. അങ്ങനെ പരമേശ്വരൻ നീലകണ്ഠനാവുകയാണ്. അപ്പം നീലഗ്രീവൻ അഥവാ നീലകണ്ഠൻ എന്നുള്ള സങ്കല്പം തന്നെ ലോകത്തിൻ്റെ, സമാജത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വയം ക്ലേശം അനുഭവിക്കുന്ന ഭാവത്തെ എടുത്തു കാണിക്കുകയാണ്. അങ്ങനെയുള്ള നീലഗ്രീവനെ, എങ്ങനെയുള്ള നീലഗ്രീവനെ? ത്രിനയനം, 3 കണ്ണുകളോട് കൂടിയവനെ. സൂര്യൻ, ചന്ദ്രൻ, അഗ്നി എന്നീ 3 കണ്ണുകളോടൊത്തവനാണ് പരമേശ്വരൻ. അങ്ങനെയുള്ള പരമേശ്വരനെ എങ്ങനെയുള്ള, വീണ്ടും പറയുന്നു, ഉമാശ്ലിഷ്ടവപുഷം, ഉമയെ, പാർവതീദേവിയെ ആശ്ലേഷിച്ചിരിക്കുന്ന വപുസ്സോടൊത്തവൻ. വപുസ് ശരീരം, പാർവതീദേവിയെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ശരീരത്തോടൊത്തവൻ, അഥവാ ഉമയാൽ ആശ്ലേഷിക്കപ്പെട്ട വപുസ്സോടു കൂടിയവൻ, പാർവതീദേവിയാൽ കെട്ടിപ്പിടിക്കപ്പെട്ട ശരീരത്തോടൊത്തവൻ. രണ്ടും അർത്ഥം ശരിയാണ്. പാർവതി ശിവൻ്റെ അർദ്ധാംഗം വരെ നേടുന്നത് തപസ്സിൻ്റെ മഹിമയാലാണ്. പരിപൂർണമായ തപസ്സിൻ്റെ, സമർപ്പണാത്മകമായ തപസ്സിൻ്റെ മഹിമയാലാണ് അർദ്ധാംഗം പാർവതി നേടുന്നത്. ഉമ എന്നുള്ള ശബ്ദം ആ ഒരു തപസ്സിനെ ബോധിപ്പിക്കുന്നതാണ്. അപ്പോൾ ഉമാശ്ലിഷ്ട വപുഷം, ഉമയാൽ പാർവതീദേവിയാൽ ആശ്ലേഷിക്കപ്പെട്ട വപുസ്സോടൊത്തവനെ ഞാൻ എപ്പോൾ കാണും? കഥാത്വാം പശ്യേയം, അങ്ങനെയെല്ലാമുള്ള നിന്നെ കഥാ പശ്യേയമഹം, ഞാൻ എപ്പോൾ കാണും? എപ്പോൾ ഭഗവാനെ എനിക്ക് കാണാൻ കഴിയും? എങ്ങനെയുള്ള ഭഗവാനെ? കരധൃത മൃഗം, കയ്യിൽ മാൻ മുദ്ര ഏന്തിയവൻ. അപ്പോൾ കയ്യിൽ മാനിൻ്റെ മുദ്രയെ ഏന്തിയ ഖണ്ഡപരശും, സകല അധർമ്മികളെയും വിധർമ്മികളെയും ഖണ്ഡിക്കുന്ന, മുറിക്കുന്ന സ്വഭാവത്തോടു കൂടിയ പരശു, മഴു. ഇങ്ങനെയുള്ള ആയുധങ്ങൾ ഏന്തിയ, പാർവതിയാൽ സമാശ്ലേഷിക്കപ്പെടുന്ന വപുസ്സോടു കൂടിയ നന്ദികേശ്വരൻ്റെ പൂഞ്ഞിനോട് ചേർന്നിരിക്കുന്നവനായ ശിവനെ എനിക്ക് എന്ന് കാണാൻ കഴിയും എന്നാണ് ചോദിക്കുന്നത്. ഇങ്ങനെയാണ് 26-ാമത്തെ ശ്ലോകം. കഥാ വാ ത്വാം ദൃഷ്ട്വാ ഗിരിശ തവ ഭവ്യാഘ്രിയുഗളം ഗൃഹീത്വാ ഹസ്താഭ്യാം ശിരസി നയനേ വക്ഷസി വഹൻ സമാശ്ലേഷ്യാഘ്രായ സ്ഫുടജലജഗന്ധാൻ പരിമളാൻ അലഭ്യാം ബ്രഹ്മാദ്യൈ മുദമനുഭവിഷ്യാമി ഹൃദയേ. ഇവിടെ ചോദിക്കുകയാണ്, കഥാവാ ത്വാം ദൃഷ്ടുവാ, എപ്പോഴാണ് നിന്നെ കണ്ടിട്ട് മുദമനുഭവിഷ്യാമി ഹൃദയേ, എൻ്റെ ഹൃദയത്തിൽ ഞാൻ ആനന്ദത്തെ അനുഭവിക്കുക. കേവലം കാണുക മാത്രമാണോ? അല്ല,
തവ ഭവ്യാഘ്രിയുഗളം ഗൃഹീത്വ, നിൻ്റെ ഭവ്യങ്ങളായ മനോഹരങ്ങളായ കാലിണകളെ പിടിച്ച്, ഹസ്താഭ്യാം, എൻ്റെ 2 കൈകളെ കൊണ്ടും നിൻ്റെ 2 കാലുകളെ പിടിച്ച് ശിരസിലും നയനത്തിലും വക്ഷസ്സിലുമെല്ലാം വെച്ച് സമാശ്ലിഷ്യ ആലിംഗനം ചെയ്ത്, ആ കാലുകളെ ആലിംഗനം ചെയ്ത്, സ്ഫുട ജലജഗന്ധാൻ പരിമളാനാഘ്രായ, അതിമനോഹരങ്ങളായ ആ പാദങ്ങളിൽ ഉള്ളതായ താമരയുടെ സുഗന്ധത്തെ മണത്ത് ബ്രഹ്മാദി ദേവന്മാർക്ക് പോലും ലഭിക്കാത്ത ആനന്ദത്തെ ഞാൻ എപ്പോഴനുഭവിക്കും ഭഗവാനെ എന്ന് ചോദിക്കുകയാണ്. ഇവിടെ നമുക്ക് ഒരു പരാഭക്തൻ്റെ ഈശ്വര ദർശനത്തിനായി കൊണ്ടുള്ള ആകാംക്ഷയും വ്യാകുലതയും ഒരുപോലെ കാണാൻ സാധിക്കുന്നുണ്ട്. പരാഭക്തി പ്രകടനമാണ് ഈ ശ്ലോകം. ഒന്നുകൂടി നമുക്ക് ചിന്തിക്കാം അടുത്ത പ്രാവശ്യം. ഓ അടുത്തതായി ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന സെഗ്മെന്റിലേക്ക് പോകാം. നമ്മളിനി ചിന്തിക്കുന്നത് എന്താണ് വിഗ്രഹാരാധന എന്ന് പറയുന്ന വിഷയമാണ്. വിശേഷേണ ഗ്രഹിക്കുന്നതെന്തോ അതാണ് വിഗ്രഹം എന്ന് സാമാന്യമായി പറയാറുണ്ട്. ഒരു വിളക്കിനെ കത്തിച്ചു വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഒരു വിഗ്രഹമായി നമുക്ക് സങ്കല്പിക്കാം. ഒരു ഫോട്ടോ വച്ച് അതിനെ പ്രാർത്ഥിച്ചാലും അതും ഒരു വിഗ്രഹമായിട്ട് നമുക്ക് സങ്കല്പിക്കാം. ഒരു ഉപാധിയായി ഒരു കല്ലോ ഒരു പീഠമോ ഒരു ശിലയോ ഒരു വിളക്കോ ഒരു വൃക്ഷമോ എന്തു തന്നെയോ ആകട്ടെ, അതൊക്കെ വിശേഷേണ ഗ്രഹിക്കുന്ന ആ അർത്ഥത്തിൽ വിഗ്രഹം തന്നെയാണ്. എന്നാൽ സാമാന്യമായി ഇവിടെ തന്ത്രശാസ്ത്രത്തിൽ വിഗ്രഹാരാധന എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വളരെയധികം ചിട്ടപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു സംവിധാനമാണ്. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരൻ്റെ ചൈതന്യത്തെയാണ് ഒരു വിഗ്രഹമാകുന്ന ഉപാധിയിലേക്ക് സമ്മേളിപ്പിക്കുന്നത്. അതെങ്ങനെയാണ് എന്നുള്ളതിന് വളരെ ലളിതമായ ഒരു ഉദാഹരണം ആവശ്യമാണെന്ന് തോന്നുന്നു. നമ്മൾ ഈ ഭൂമിയിൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതാണ് സൗരോർജം. നമ്മൾ സൂര്യപ്രകാശം എന്ന് പറയുന്നത് നമുക്ക് എല്ലായിടത്തും കിട്ടുന്നുണ്ട് എന്ന് വെച്ച് സൂര്യപ്രകാശം ഇവിടെ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് വെച്ച് നമുക്ക് അതിനെക്കൊണ്ട് സാധാരണയിൽ കവിഞ്ഞ ഒരു ഊർജ്ജപ്രവാഹമായിട്ട് അതിനെ എവിടെയെങ്കിലും സമ്മേളിപ്പിക്കാൻ സാധിക്കാറുണ്ടോ? നമ്മൾ ഏറ്റവും ഉദാഹരണമായിട്ട് ഒരു ലെൻസ് വെച്ച് ഈ ഭൂമിയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരൻ്റെ ചൈതന്യത്തെ ഒരു കരിയിലയിലേക്കോ അല്ലെങ്കിൽ ഒരു പേപ്പർ കഷ്ണത്തിലേക്കോ ഫോക്കസ് ചെയ്യിപ്പിച്ചാൽ ആ കരിയിലയുടെ അറ്റം അല്ലെങ്കിൽ ആ പേപ്പർ കഷ്ണത്തിൻ്റെ അറ്റം പെട്ടെന്ന് അതീന്ദ്രിയമായ ഒരു ജ്വലനം അവിടെ സംഭവിക്കുകയും ആ പേപ്പർ കത്തിപ്പോവുകയും ചെയ്യുന്നൊരു പ്രതിഭാസം നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? സാധാരണ ഒരു സൂര്യപ്രകാശം ഇവിടെ ഉണ്ടായി വളരെ നട്ടുച്ചയ്ക്കാണെങ്കിൽ പോലും വലിയൊരു വേനൽക്കാലത്ത് പോലും തനിയെ അവിടെ കിടക്കുന്ന പേപ്പർ കഷ്ണങ്ങളോ കരിയിലകളോ കത്തിപ്പോകാറില്ല. പക്ഷേ അതേ സമയത്ത് ഇതേ സൂര്യപ്രകാശത്തെ നമ്മളൊരു ലെൻസ് വെച്ച് ഫോക്കസ് ചെയ്യിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായി അതൊരു പിൻ പോയിൻ്റ് ചെയ്ത് ഒരു കൃത്യമായ പോയിൻറ്റിലേക്ക് സമ്മേളിപ്പിക്കുമ്പോൾ അവിടെ അതീന്ദ്രിയമായൊരു ജ്വലനം സംഭവിക്കുകയും ഒരു ഊർജ്ജപ്രവാഹം സംഭവിക്കുകയും ആ ഊർജ്ജപ്രവാഹത്തിൻ്റെ ഫലമായിട്ട് ആ പേപ്പർ കഷ്ണം കത്തിപ്പോവുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, നമുക്കറിയാവുന്നതാണ്. ഇതേ തത്വമാണ് വിഗ്രഹാരാധന എന്ന് പറയുന്ന ഒരു സങ്കേതത്തെ തന്ത്രശാസ്ത്രം ഈ ക്ഷേത്ര സംവിധാനത്തിലേക്ക് സമ്മേളിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരൻ്റെ ശക്തിയെ അല്ലെങ്കിൽ ഈശ്വരൻ്റെ ചൈതന്യത്തെ ഒരു വിഗ്രഹമാകുന്ന ഒരു ഉപാധിയിലേക്ക് വളരെ കൃത്യമായി പിൻ പോയിൻ്റ് ചെയ്ത് സമ്മേളിപ്പിക്കുന്നു. അവിടെ സ്വാഭാവികമായും ഒരു അതീന്ദ്രിയമായ ഒരു ഊർജ്ജപ്രവാഹം ആ വിഗ്രഹത്തിലേക്ക് സമ്മേളിപ്പിക്കപ്പെടുകയും അതിന് അതീന്ദ്രിയമായ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരൻ്റെ ഒരു ചൈതന്യത്തെ ഒരു ശക്തിവിശേഷത്തെ സ്വീകരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. അതുതന്നെയാണ് തന്ത്രശാസ്ത്രത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വിഗ്രഹാരാധന എന്ന് പറയുന്ന ഒരു തത്വത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു മാർഗം. അതിനെയാണ് സാമാന്യമായി ഈ വിഗ്രഹാരാധനയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു തത്വമായി നമുക്ക് ആ ഒരു വിഷയത്തെയാണ് നമുക്ക് സ്വീകരിക്കേണ്ടി വരിക.
അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ അപൂർവ പ്രതിഷ്ഠകളിലൊന്നാണ് തിരുവനന്തപുരം ജില്ലയിലെ കിഴക്കേക്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രത്തിലേത്. മഹാവിഷ്ണുവിന്റെ മൂന്നാമത്തെ അവതാരമാണല്ലോ വരാഹമൂർത്തി. ഭഗവാൻ അതാത് യുഗത്തിൽ ധർമ്മത്തിന്റെ പുനഃസ്ഥാപനത്തിനായി ഓരോരോ അവതാരം കൈക്കൊള്ളുന്നു. സൃഷ്ടി സ്ഥിതി സംഹാരനാഥന്മാരാണല്ലോ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ. അതുകൊണ്ട് തന്നെ ഈ ഭൂലോകത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി സർവരും അഭയം പ്രാപിക്കുന്നതും സ്ഥിതിയുടെ നാഥനായ മഹാവിഷ്ണുവിന് മുന്നിൽ തന്നെയാണ്. ഹിന്ദു പുരാണങ്ങളിലെ പല കഥകളിലും നാം വായിച്ചിട്ടുള്ളതാണല്ലോ. ഓരോ യുഗങ്ങളിലും ത്രിലോകങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാവുന്ന പല പ്രതിസന്ധി ഘട്ടങ്ങളിലും വിഷ്ണുവിൻ്റെ മുന്നിലേക്ക് സർവ്വദേവാദിദേവന്മാരും വന്നണയുന്നത്. വൈകുണ്ഠത്തിലെ അനന്തശയനത്തിൽ കിടന്ന് ഒരു ചെറുപുഞ്ചിരിയോടെ അതാത് കാലഘട്ടങ്ങളിൽ ഭഗവാൻ സർവ്വപ്രതിസന്ധികൾക്കും പരിഹാരമാർഗം കണ്ടെത്തുന്നു എന്നതാണ് വസ്തുത. അത് തന്നെയാണ് സർവചരാചരങ്ങൾക്കുമുള്ള ആശ്വാസമാർഗവും. ശ്രീലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രം വരാഹ അവതാരത്തിലെ ഭഗവാന്റെ രൂപത്തെ ആരാധിച്ചുകൊണ്ട് അതിപുരാതന കാലം മുതലേ നിലനിൽക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ്. ഇവിടെ ഭഗവാന്റെ ഇടതുവശത്ത് ലക്ഷ്മി ദേവിയും ചേർന്നിരിക്കുന്ന ഇന്ത്യയിലെ തന്നെ അപൂർവമായ പ്രതിഷ്ഠാ സങ്കല്പങ്ങളിലൊന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്ര ദർശനം അതിസവിശേഷതകൾ നിറഞ്ഞ അനുഭവമാണ് നൽകുന്നതെന്നാണ് ഭക്തജനങ്ങളുടെ അഭിപ്രായം. ലക്ഷ്മി ദേവിയുമായി ചേർന്നിരിക്കുന്ന ഭഗവാൻ രൗദ്രഭാവം വെടിഞ്ഞ് സദാ മംഗളരൂപിയായി കാണപ്പെടുന്നുവെന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത. ഭഗവാന്റെ പേര് പോലെ തന്നെ ശ്രീവരാഹമെന്നാണ് ഈ പ്രദേശത്തെ അറിയപ്പെടുന്നത്. നഗരത്തിലെ തിരക്കുകൾക്കിടയിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് കടന്നുവരുന്ന ഓരോ ഭക്തജനങ്ങളും ആനന്ദദായകമായ ഏതോ ഒരു ആത്മീയ മന്ത്രം ആത്മാവിൽ അനുഭവിച്ചറിയുന്നത് പോലെയാണ്. പടിഞ്ഞാറ് ദർശനമായി അത്ര വലുതല്ലാത്ത വളപ്പിൽ ചുറ്റുമതിലിനുള്ളിലാണ് ശ്രീവരാഹ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രവേശനത്തിന് വടക്കും പടിഞ്ഞാറും കിഴക്കുമായി 3 നടകളുണ്ട്. വടക്കും കിഴക്കുമുള്ള നടകൾ 2 തട്ടുകളുള്ള ചെറു ഗോപുരങ്ങളും ഉള്ളിൽ ചെറിയ 3 തൂണുകൾ താങ്ങി നിർത്തുന്ന സമുച്ചയമായും കയറി ചെല്ലാൻ പടികൾ ഉൾപ്പെടെ ഒരേ രീതിയിൽ പണിയിച്ചിട്ടുള്ളതാണ്. പടിഞ്ഞാറേ നട കുളത്തിലേക്കാണ് തുറക്കുന്നത്. തെക്കുവശത്ത് ഒരു നടയുണ്ടെങ്കിലും അത് സ്ഥിരമായി അടച്ചിരിക്കുന്നു. വൃക്ഷച്ചുവട്ടിലും മറ്റുമുള്ള നാഗത്തറകളിൽ സർപ്പശില്പങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്. നാഗങ്ങൾക്കൊപ്പം വിവിധ ഭാവങ്ങളിലുള്ള ഉണ്ണികൃഷ്ണന്മാരെയും കാണാം. വടക്ക് കിഴക്ക് ഭാഗത്ത് പടിഞ്ഞാറ് ദർശനമായുള്ള വെവ്വേറെ അറകളിലായി നാഗരാജാവും നാഗയക്ഷിയും അവർക്ക് പിറകിൽ ഒരു നാഗത്തറയുമുണ്ട്. അനേകം തൂണുകളുള്ള ഉയരം കൂടിയ ആനക്കൊട്ടിൽ ദേവസ്വം ബോർഡിന്റെ നിർമ്മിതിയാണ്. ഇതിന്റെ മേൽക്കൂരയിലെ ഒരു വിടവിലൂടെ കൊടിമരം ഉയർന്നു നിൽക്കുന്നു. കൊടിമരത്തിന് മുകളിൽ ഗരുഡനുണ്ട്. മുമ്പ് ചെമ്പ് പൊതിഞ്ഞിരുന്നത് ഏതാനും വർഷം മുമ്പ് സ്വർണ്ണ കൊടിമരമായി. മരം കൊണ്ടുള്ള അഴികൾക്കുള്ളിലാണ് ബലിക്കല്ല്. ഓടുമേഞ്ഞ മേൽക്കൂരയോടുകൂടിയ നമസ്കാര മണ്ഡപത്തിലെ 4 കൽത്തൂണുകളിൽ
മറ്റ് ക്ഷേത്രങ്ങളിൽ കാണുന്നത് പോലുള്ള അലങ്കാരപ്പണികളൊന്നും തന്നെയില്ല. മച്ചിൽ മരത്തിന്റെ ചതുരക്കളങ്ങളിൽ അഷ്ടദിക്പാലകരുടെയും നടുക്ക് ബ്രഹ്മാവിന്റെയും രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. ലക്ഷണമൊത്ത അരയന്നത്തിനുമേലാണ് ബ്രഹ്മാവിരിക്കുന്നത് എന്നതാണ് ഒരു പ്രത്യേകത. കരിങ്കലിലുള്ള 2 വലിയ ദ്വാരപാലകർ കാവൽ നിൽക്കുന്ന ഒറ്റ അറയുള്ള ശ്രീകോവിലേക്ക് 3 പടികൾ കയറി ചെല്ലണം. ഇന്ത്യയിൽ ആകമാനമുള്ള വിഷ്ണു ക്ഷേത്രങ്ങളിലെ അപൂർവം ചിലതൊഴിച്ച് പുണ്യദിനമായ വൈകുണ്ഠ ഏകാദശിക്ക് വെള്ളിയിലുള്ള ശ്രീവരാഹ വിഗ്രഹം പുറത്തു കൊണ്ടുവന്ന് നമസ്കാര മണ്ഡപത്തിൽ മനോഹരമായി അലങ്കരിച്ച ഒരു തൊട്ടിലിൽ വച്ച് പൂജിക്കുന്നു. ഈ ഒരു അവസരത്തിൽ മാത്രമാണ് പൊതുജനങ്ങൾക്ക് നേരിട്ട് പൂജിക്കാനുള്ള അവസരം ലഭിക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ ലക്ഷാർച്ചനയ്ക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. പൂജാരിമാർ ഗർഭഗൃഹത്തിനുള്ളിലിരുന്ന് പ്രധാന വിഗ്രഹത്തിന് നേരിട്ട് അർച്ചന നടത്തുന്നു. തീർച്ചയായും ഇതൊരു അപൂർവത തന്നെയാണ്. ശ്രീവരാഹ തീർത്ഥമെന്നറിയപ്പെടുന്ന വിശാലമായ ക്ഷേത്രകുളമാണ് ശ്രീവരാഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രകുളം എന്നത് ഈ പ്രദേശത്തെയാകെ കുളിർമയുള്ളതാക്കുന്നു. പരമ്പരാഗതമായി ഈ ആവാസ വ്യവസ്ഥയുടെ ശ്രുതിയും താളവും നിലനിർത്തുന്ന ക്ഷേത്രകുളത്തിന് മറുകരയിൽ ഒരു ഗണപതി ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രം ശ്രീവരാഹ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ക്ഷേത്രത്തിന് നടുക്കായി മനോഹരമായ ഒരു മണ്ഡപവും നിലനിൽക്കുന്നു. ക്ഷേത്ര ദർശനം കഴിഞ്ഞുള്ള സായാഹ്നങ്ങൾ ഭക്തജനങ്ങൾക്ക് ക്ഷേത്ര സംഗീതം കേട്ടുകൊണ്ട് ഈ കുളക്കരയിൽ ചെലവഴിക്കുന്ന സമയങ്ങൾ സൗഭാഗ്യം നിറഞ്ഞതാക്കുന്നു. വേണാടിന്റെ ആധുനിക യുഗത്തിന് തുടക്കം കുറിച്ച അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ സംഭവബഹുലമായ ഭരണകാലത്താണ് ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടതെന്ന സിദ്ധാന്തം ശരിയല്ലെന്നും അതിന് വളരെ വളരെ മുമ്പ് മുതൽ ഇതിവിടെ നിലനിന്നിരുന്നുവെന്നും സ്ഥാപിക്കുന്ന രേഖകളുണ്ട്. പക്ഷേ വരാഹം എന്ന നാമത്തോട് ശ്രീ എന്ന് ചേർത്തത് പിന്നീടാണെന്ന് പറയപ്പെടുന്നു. 12-ാം നൂറ്റാണ്ടിലെ സംസ്കൃത കാവ്യമായ സ്യാനന്തൂര പുരാണ സമുച്ചയത്തിൽ വരാഹം എന്നു മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. AD 12-ാം നൂറ്റാണ്ടിന്റെ അവസാനമോ 13-ാം നൂറ്റാണ്ടിലോ രചിക്കപ്പെട്ട അനന്തപുര വർണ്ണനം എന്ന മണിപ്രവാള കൃതിയിലും കേരളത്തിന്റെ ഉത്ഭവം വിവരിക്കുന്ന കേരളോൽപ്പത്തി എന്ന പഴയ മലയാള പുസ്തകത്തിലും ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ശ്രീ ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്ര ദർശനം ആത്മാവിൽ ശാന്തിയുടെ സങ്കീർത്തനം നിറയ്ക്കുമ്പോൾ ഭഗവാന്റെ അവതാര രൂപങ്ങളിലൂടെ ആത്മാവ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആനന്ദലഹരിയിലേക്ക് ദീപപൂജകൾ നിറയുകയായി. ശ്രീകോവിലിനുള്ളിലെ വരാഹമൂർത്തിയുടെ പ്രതിഷ്ഠയിലേക്ക് നോക്കി തൊഴുകൈകളുമായി നിൽക്കുമ്പോൾ ഭക്തമനസ്സുകളിലൂടെ മത്സ്യ, കൂർമ്മ, വരാഹ, നരസിംഹ, വാമന രൂപങ്ങളും ശ്രീരാമനും ശ്രീകൃഷ്ണനുമൊക്കെ നിറയുമ്പോൾ ധർമ്മത്തിന്റെ പുനഃസ്ഥാപനത്തിനായി ഈ കലിയുഗത്തിലെ പുതിയ അവതാരത്തിനായി വിഷ്ണു സഹസ്രനാമങ്ങൾ ചൊല്ലി നമുക്ക് കാത്തിരിക്കാം.